ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോകുന്നതാണ്. കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 4 ടീസ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്ക് അതിനൊന്ന് കലക്കിയെടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ കലക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ, 1/4 ലിറ്റർ അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മളൊരു തവി കൊണ്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തിളച്ച് വരുന്നതിന് മുന്നേ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനൊരു 1/2 കപ്പ് അളവിലാണ് പഞ്ചസാര ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് പിന്നീട് മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ മധുരം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് മധുരം ഇച്ചിരി കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഒരാളായത് കൊണ്ടിട്ട് ഞാനിപ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയതിന് ശേഷം കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് മധുരം എത്രത്തോളമാണോ ആവശ്യം അത്രത്തോളം മധുരം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നതിന് ശേഷം നമ്മളിപ്പോൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ കസ്റ്റാർഡും പാലും കൂടെയുള്ള മിക്സ്, അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒഴിക്കുന്ന സമയത്ത് ഒന്നും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം പാലിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ എടുക്കാണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കസ്റ്റാർഡാണ്, അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാകുമ്പോൾ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് അടിക്ക് പിടിക്കത്തില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ എടുക്കുന്ന കസ്റ്റാർഡ് പൗഡറില്ലേ, നമ്മൾ എടുക്കുന്നതിന് കളർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് അളവിൽ ഫുഡ് കളർ, യെല്ലോ ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ മഞ്ഞൾപ്പൊടി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും, അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ കുറച്ച് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഫ്ലേവർ ഒന്നും ഇതിനുണ്ടാകത്തില്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കുറച്ച് നമ്മുടെ ഒരു കളറിന് വേണ്ടി മാത്രം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്ത കസ്റ്റാർഡ് പൗഡർ കളർ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ അഡീഷണലായിട്ട് വേറെ കളർ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ എന്തിനെ നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് കേട്ടോ. നല്ല ടേസ്റ്റിയുമാണ്. ഇപ്പം ഞാനിപ്പോൾ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലേവർ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഇതിനെ മിക്സ് ചെയ്ത് കുറുക്കി എടുക്കുവാണ്. നമുക്ക് വീട്ടിൽ പാലും പഞ്ചസാരയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്കൊന്ന് കസ്റ്റാർഡ് പൗഡർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇടുന്ന ഫ്രൂട്ട്സ് അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, നിങ്ങൾക്കിപ്പോൾ നേന്ത്രപ്പഴമോ ആപ്പിളോ പിന്നെ നമ്മുടെ മുന്തിരിയോ, കറുത്ത മുന്തിരിയോ പച്ചമുന്തിരിയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ആവശ്യത്തിന് കുറുകി നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി അങ്ങോട്ട് കുറുക്കി എടുക്കുന്നില്ല. കാര്യം വെച്ചാൽ കസ്റ്റാർഡ് പൗഡർ ആണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം തണുത്ത് കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതിനിപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ്. ഉണ്ടോ, ഈ ഒരു ലൂസായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മളിത് ഒന്ന് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് ഇതൊന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ അങ്ങനെ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തണുത്ത് കിട്ടിയതിന് ശേഷം നമ്മളൊരു മൂടി വെച്ച് അടച്ചതിന് ശേഷം ഇതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. എന്നതിന് ശേഷം ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനൊരു 2-3 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇതിനെ പുറത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, നേരത്തെ ഇരുന്ന ആ ഒരു തിക്നെസ്സൊന്നും അല്ല, ഇപ്പോൾ നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല തണുപ്പുമാണ്. ഇനി വേറെ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്താണോ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറുത്ത മുന്തിരി വേണമെങ്കിൽ അതും ആഡ് ചെയ്യുക ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് നട്ട്സ്, അതായത് നമ്മുടെ നട്ട്സ് ഉണ്ടല്ലോ, ബദാമോ പിസ്തയോ അങ്ങനത്തെ, അല്ലെങ്കിൽ കറുത്ത മുന്തിരി, ഉണക്കമുന്തിരി ഉണ്ട്, അങ്ങനത്തെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ മെയിനായിട്ട് ഇടേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന നമ്മുടെ മാതള നാരങ്ങയില്ലേ, അത് നമ്മൾ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക.
ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ മക്കൾക്കെന്നല്ല എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടമാകും. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ഐസ്ക്രീം ഉണ്ടല്ലോ, വാനിലയുടെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം വേണമെങ്കിൽ അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഐസ്ക്രീം ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഐസ്ക്രീം ഒന്നും ഇടാണ്ട് തന്നെ ഇത് ശരിക്കും ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഉണ്ട്. കണ്ടല്ലോ, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ അനാറിൻ്റെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.